ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഫ്രീക്വൻസിയിൽ ലോ ഫ്രീക്വൻസി വരാനുള്ള കുറേ കാരണങ്ങൾ, അത് നമ്മളെങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളുടെ ഫ്രീക്വൻസി ഉയർന്നാൽ മാത്രമേ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്താൽ അത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിനെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഫ്രീക്വൻസി ഉയർത്താം, നമ്മളെ എങ്ങനെ ഹൈ വൈബ്രേഷനിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ് ഇനിയുള്ള 1-2 വീഡിയോസിലായിട്ട് പറയുന്നത്. അതിനുശേഷം മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് പറഞ്ഞുതരാം. ഒരുപാട് കടബാധ്യത ഉള്ളവരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷനൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഫ്രീക്വൻസി ഉയർത്തുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ എന്തുകൊണ്ട് ലോ വൈബ്രേഷനിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാര്യം മിക്കവാറും പേര് പറയുന്നത്, അയ്യോ ചുറ്റുമുള്ളവർ കാരണം ഞാനിങ്ങനെയായി, അല്ലെങ്കിൽ ബന്ധുക്കൾ കാരണം, ഹസ്ബൻഡ് കാരണം, അമ്മ കാരണം, അച്ഛൻ കാരണം, ആര് കാരണമല്ല നമ്മളങ്ങനെ ആയത്, നമ്മൾ കാരണം തന്നെയാണ്. ആ ഒരു കുറ്റം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതൊരു കുറ്റമല്ല, ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതം, അതെങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏത് വൈബ്രേഷനിൽ ജീവിക്കണം എന്നുള്ളത്. വേറെ ഒരാളുടെയും ഉത്തരവാദിത്തമല്ല. നമ്മൾ അവരുടെ കയ്യിൽ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കാതിരിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമായാലും ദോഷമായാലും നമുക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാ ദുഃഖങ്ങളുടെയും എല്ലാ സന്തോഷങ്ങളുടെയും കാരണക്കാർ നമ്മൾ മാത്രമാണ് എന്നുള്ള റെസ്പോൺസിബിലിറ്റിയെ നമ്മൾ അംഗീകരിക്കുക എന്നാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. അതൊരു സത്യപ്രതിജ്ഞ പോലെ നമ്മൾ ചെയ്യണം. Dear universe, I am responsible for all the loss and debt and everything in my life. I am the one. Nobody, no situation, nothing. അങ്ങനെ ഒരു പ്രതിജ്ഞ നമ്മൾ ആദ്യം ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു ഫ്രീക്വൻസിയുടെ ഈ ഒരു ലെവലൊക്കെ ഉയർത്താനും എല്ലാത്തിനും. അപ്പോൾ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ആദ്യം ഏറ്റെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് നമ്മളൊരു സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഞാനാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള എല്ലാ എന്താ പറയുക ദോഷങ്ങളും നെഗറ്റിവിറ്റികൾക്കും എല്ലാ കഷ്ടതകൾക്കും കാരണം ഞാൻ മാത്രമാണ്. ആ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു യൂണിവേഴ്സ് എന്ന് നമ്മൾ ഹൃദയം തുറന്ന് സമ്മതിക്കുക, കുറ്റസമ്മതം നടത്തുക എന്ന് പറയും. അത് നമ്മൾ ആദ്യം ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിന് ഒരു വെട്ടം വരും. അതിനുശേഷം നമ്മൾ ആദ്യം നമ്മളുടെ ലോ ഫ്രീക്വൻസിക്ക് കാരണമാകുന്ന സിറ്റുവേഷൻസും ബാക്കി ആൾക്കാരും ഒക്കെ ഒന്ന് പരിശോധിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ചുറ്റുമുള്ളവർ തന്നെയാണ്. അത് അവരുടെ കുറ്റമല്ല. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഒരിക്കലും ആരെയും ബ്ലെയിം ചെയ്യാൻ പാടില്ല. കാര്യം നമ്മുടെ കുറ്റമാണ് അവരെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മളൊരു നെഗറ്റീവ് പേഴ്സണെ നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളുടെ ലോ വൈബ്രേഷൻ കാരണമാണ്. അല്ലാതെ അവർ കാരണമല്ല അവർ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത്. നമ്മൾ ലോ വൈബ്രേഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മുടെ കുറ്റമാണ്. എന്ന് വെച്ചിട്ട് നമ്മളെ ബ്ലെയിം ചെയ്യുക എന്നുള്ളതല്ല. നമുക്കങ്ങനെ സംഭവിച്ചു പോയി, അറിയില്ല. നമ്മുടെ ചുറ്റുമുള്ളവർക്കും അറിയില്ല അവർ ലോ വൈബ്രേഷനിലാണോ ഹൈ വൈബ്രേഷനിലാണോ എന്ന് അവർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഈ അറിഞ്ഞൂടാത്തവർ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എല്ലാം സോളുകളാണ്, അല്ലേ? ആർക്കും ഒന്നിനെക്കുറിച്ചും വലിയ ധാരണയില്ല എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ പാരൻസ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളാകാം, നമ്മുടെ ഹസ്ബൻഡാകാം, അവരുടെ വീട്ടുകാരാകാം, അയൽവക്കക്കാരായിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ചുറ്റുമുള്ളവരെ നമ്മളൊന്ന് നിരീക്ഷിക്കുക.
ഇവരിൽ ആരൊക്കെയാണ് നെഗറ്റിവിറ്റി നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതെന്നുള്ളത്. ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അല്ലാതെ ആരും നെഗറ്റീവ് മാത്രമുള്ള ആൾക്കാരല്ല, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പക്ഷേ ഈ പോസിറ്റീവ് കാര്യങ്ങൾ പെട്ടെന്ന് നെഗറ്റീവ് ആൾക്കാർ എന്താ പറയുക, നമ്മൾ പറയില്ലേ അബ്സോർബ് ചെയ്തുകൊണ്ട് പോവുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യും, ഊറ്റിക്കൊണ്ട് പോവുക എന്നൊക്കെ പറയില്ലേ നമ്മുടെ പോസിറ്റിവിറ്റി, അത് പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ചുറ്റുമുള്ളവരെ ഒന്ന് പരിശോധിക്കുക. ഈ ചുറ്റുമുള്ളവർക്ക് എന്തൊക്കെ ക്വാളിറ്റീസാണോ ഉള്ളത്? അവരെപ്പോഴും നുണ പറയുന്ന ആൾക്കാരാണോ? നമ്മളെപ്പോഴും ബ്ലെയിം ചെയ്യുമോ? ഓരോ കാരണങ്ങൾക്ക് വേണ്ടി ബ്ലെയിം ചെയ്യുമോ? അവരെപ്പോഴും ദേഷ്യം വരുന്ന ആൾക്കാരാണോ? എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യമുള്ള ആൾക്കാരാണോ? അസൂയാലുക്കളാണോ? മറ്റുള്ളവരുടെ പരദൂഷണം പറയുന്ന ആൾക്കാരുമായിട്ട് ജീവിതത്തിൽ ഒരിക്കലും കൂട്ടുകൂടരുത്. നമ്മളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വൈബ്രേഷനിൽ ഏറ്റവും ലോ ആക്കുന്ന ഒരു കാരണമാണ് പരദൂഷണം പറയാന്നുള്ളത്. ആണുങ്ങൾ പറയുമെങ്കിലും പരമ്പരാഗതമായിട്ട് ഇത് സ്ത്രീകളുടെ ഒരു മേഖലയാണ് ഈ പരദൂഷണം എന്ന് പറയുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ പരദൂഷണം പറയാറൊന്നുമില്ല, പക്ഷേ പറയുന്നത് മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കും. അത് ആരാ കേൾക്കുന്നത്? നമ്മുടെ മൈൻഡാണ് കേൾക്കുന്നത്. അത് അപ്പടി അബ്സോർബ് ചെയ്യും. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും പറയുന്നത് മൈൻഡ് കേൾക്കും, ഉപബോധ മനസ്സ് കേൾക്കും. അപ്പോൾ ഒരു കാരണവശാലും ചെവി പൊത്തി അടയ്ക്കുക. നമ്മൾ പരദൂഷണം കേൾക്കുക എന്ന് പറയുന്നത് നമ്മളുടെ നെഗറ്റീവ് എന്താ പറയുക, സ്ട്രോ വെച്ച് കുടിക്കുന്ന പോലെയാണ്. അങ്ങനെ ചെയ്യും. അതുകൊണ്ട് പരദൂഷണം പറയാതിരിക്കുക, പറയുന്നതിനെക്കാട്ടിയും കേൾക്കാതിരിക്കുക. നമ്മൾ പറയാതിരിക്കുക എന്നുള്ളത് നമുക്ക് തന്നെ അറിയാതൊരു കുറ്റമാണെന്ന്. പക്ഷേ പലരും വിചാരിക്കുന്നത് നമ്മൾ പറയുന്നില്ലല്ലോ, പക്ഷേ കേൾക്കുന്നത് അതിനെക്കാട്ടിയും കുറ്റമാണ്. നമ്മൾ പറഞ്ഞാലും നമ്മൾ കേട്ടാലും നമ്മുടെ ഉപബോധ മനസ്സ് അത് പെട്ടെന്ന് ഊറ്റിയെടുക്കും ആ ഒരു നെഗറ്റിവിറ്റി. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. പിന്നെ ചുറ്റുമുള്ളവർ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ നമ്മളെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക. ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കും, ഇവരെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മളൊരു സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. അവരുമായിട്ട് ഇത്തരം സംഭാഷണങ്ങൾക്കൊക്കെ നിൽക്കുന്ന സമയത്ത് അയ്യോ ഞാൻ ദാ വരുന്നേ, സിമ്പിളായിട്ട് അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അയ്യോ ഇതാ പാലടുപ്പത്തിരിക്കുന്നേ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വരാവേ, ഒന്ന് ടോയ്ലറ്റിൽ പോണേ, അങ്ങനെ പറഞ്ഞ് നമ്മൾ അവരെ സിമ്പിളായിട്ട് ഒഴിവാക്കുക. അവർ പരദൂഷണം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ. പിന്നെ ഇനി ഈ പരദൂഷണം പറയാനും മറ്റതും വരുന്ന സമയത്ത് നമുക്ക് പ്രെയർ ചൊല്ലാം. അതിനെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. നമുക്ക് അവരെ എങ്ങനെ ഒഴിവാക്കാമെന്ന് വെച്ചാൽ ഒഴിവാക്കുകയല്ല, അവർ പരദൂഷണം പറയാൻ വരുമ്പോൾ അവർ മറന്നു പോകും പറയാനുള്ള ടോപ്പിക്ക്. ആ ഒരു രീതിയിൽ നമ്മൾ അവരെ കാണുമ്പോൾ ഒപ്പനൊപ്പനോ പ്രെയർ പറഞ്ഞാൽ മതി. ഐ ആം സോറി പ്ലീസ്. അവർ പരദൂഷണം പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ഐ ആം സോറി പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് പോവേണ്ടി വരും. അതല്ല എങ്കിൽ അവർ മറന്നു പോകും വന്ന കാര്യം. അങ്ങനെ നമുക്ക് നൈസായിട്ട് അവരെ ഒഴിവാക്കാം. അല്ലാതെ നമുക്ക് ബന്ധങ്ങളെ മുറിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ളവരിൽ നിന്നും ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ ചിലപ്പോൾ ചുറ്റും ആരുമില്ല, എൻ്റെ വീട്ടിൽ ആരും വരാറില്ല, ഞാൻ ആരുടെയും വീട്ടിൽ പോകാറില്ലെങ്കിൽ ഈ ഫോൺ വന്നതിന് ശേഷമാണ് മനുഷ്യൻ്റെയൊക്കെ എനർജി വളരെയധികം ലോ ആയത്. ഫോൺ വിളിച്ച് നേരം വെളുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇന്നൊരു ദിവസം നിങ്ങളുടെ ഫോൺ കോളുകളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നിരുന്ന് കേട്ട് നോക്കൂ. അതിലെത്ര നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ അബ്സോർബ് ചെയ്തു എന്നുള്ളത്, നമ്മൾ അങ്ങോട്ട് എത്ര നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് നമുക്ക് എത്ര നെഗറ്റിവിറ്റി കിട്ടി എന്നുള്ളത്. ഇതെല്ലാം നമ്മളുടെ വൈബ്രേഷനെ, ഒരു ദിവസത്തെ വൈബ്രേഷനെ ഇടിച്ച് താഴ്ത്തുന്ന കാര്യങ്ങളാണ്. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ, രണ്ടാമത് നമ്മുടെ ഫോൺ കോളുകൾ, മൂന്നാമതിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ, കുടുംബത്തിൻ്റെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, പഴയ ഗ്രൂപ്പ്, പണ്ടത്തെ ഗ്രൂപ്പ്, ഇതിലൂടെ വരുന്ന ഫോർവേഡഡ് മെസ്സേജുകൾ. എന്തിനാണ് നമുക്ക് ഒരുപാട് അറിവ്? നമുക്കങ്ങനെ നെഗറ്റീവ് അറിവുകളെക്കുറിച്ച് കിട്ടിയിട്ട് നമുക്ക് എന്ത് നേടാനാണ്? പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അപ്പോൾ നമ്മൾ അത്തരം അറിവുകൾ, നമുക്ക് തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരമില്ലാത്ത സമയത്ത് എന്തിനാണ് നാട്ടുകാരുടെയും ലോകത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നടക്കുന്നത്?
അവനവൻ്റെ കാര്യം ആദ്യം നോക്കുക. നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പോകും. നമ്മളെ കടത്തിലും ബാധ്യതയിലും ദുഃഖത്തിലും ദുരിതത്തിലും കിടക്കുവാണ്. എന്നിട്ടാണ് നമ്മൾ ലോകത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി, ഇറാൻ്റെ, അമേരിക്കയുടെ ഒക്കെ പ്രശ്നങ്ങളിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിത്തിരിക്കുവാണ്. എന്തിന്? അവിടെ അവരുടെ പ്രതിനിധികളുണ്ട്, അവരത് പരിഹരിച്ചോളും. നമ്മളതിലൊന്നും ഇടപെടാൻ പോകണ്ട. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് മാക്സിമം നെഗറ്റീവായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് എല്ലാം ഒഴിവായിട്ട് നിൽക്കുക. ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ, ഞാൻ വളരെ 2-3 വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മാത്രമേ ഉള്ളൂ, എൻ്റെ ക്ലാസ്സിൻ്റേതല്ലാട്ടെ ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പുകളിൽ ഫോർവേഡഡ് മെസ്സേജസ് അയക്കാൻ സമ്മതിക്കുകയില്ല. ഞാൻ ഫോർവേഡഡ് മെസ്സേജസ് അയക്കുന്ന ഒരു ഗ്രൂപ്പിലും നിൽക്കില്ല. അപ്പം എക്സിറ്റ് ആയിക്കോളും. കാര്യം അതൊരു നെഗറ്റീവ് സിമ്പലാണ്, നമ്മളുടെ എനർജിയെ ലോ ആയിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഇനി അടുത്ത് നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ വായനാശീലം രാവിലെ പത്രം വായിക്കുക എന്നുള്ളത്. പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അതിലുണ്ടാവുമോ? ഇല്ല. മരണ വാർത്ത മാത്രം വായിക്കുന്ന കുറേ ആൾക്കാർ, അതൊക്കെ നമ്മളുടെ വൈബ്രേഷനെ ലോ ആക്കും. അതുകൊണ്ട് പത്രം വായിക്കാതിരിക്കുക, പത്രം നിർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഇങ്ങനെ പത്രത്തിലെ നെഗറ്റീവ്സ് ഇങ്ങനെ കൂടുതൽ വായിക്കുന്നതുകൊണ്ടാണ് അവർക്കൊരു എൻകറേജ്മെൻറ്റ് വരുന്നത്. അത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആൾക്കാർക്ക് ആവശ്യമുള്ളതല്ലേ അവർ തരുന്നത്. ആൾക്കാർക്കൊക്കെ നെഗറ്റീവാണ് വേണ്ടത്. അതുകൊണ്ടാണ് പത്രം അങ്ങനെ ഒരു നെഗറ്റീവ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അതുപോലെയാണ് ഈ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും വരുന്ന ഈ നെഗറ്റീവ് വാർത്തകൾ കാണാതിരിക്കുക. അത് കേൾക്കുക, യൂട്യൂബർമാരുടെ കുടുംബകാര്യങ്ങൾ പോയി കേൾക്കുക, നല്ലത് പറയുന്നത് കേൾക്കൂ, നല്ലത് കാണിക്കുന്നത് കേൾക്കൂ, ഒരു കുഴപ്പമില്ല. അവരുടെ ജീവിതത്തിൽ അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ കേൾക്കൂ. നെഗറ്റീവായിട്ട് തമ്പനയിൽ വരുന്ന ഒരു കാര്യങ്ങളിൽ അട്രാക്റ്റ് ആവാതിരിക്കുക. എന്തുകൊണ്ടാണ് നെഗറ്റീവ് തമ്പനയിൽ ഇത്രയും പ്രചാരം കിട്ടുന്നത്? അതിനാണ് ആൾക്കാർ കാണാനുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിലൊന്നും വീഴാതിരിക്കുക. പിന്നെ ഇനി അടുത്ത് നമ്മളുടെ ഒരു ഹോബിയാണ് ദുഃഖമുള്ള പാട്ടുകൾ ഇങ്ങനെ കേട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളത്. നമ്മളിങ്ങനെ പണ്ട് കാലത്തെ നൊസ്റ്റാൾജിക് പാട്ടുകൾ കേട്ട് നമ്മളുടെ മൈൻഡിനെ ഇങ്ങനെ സങ്കടത്തിലങ്ങ് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ഒരു കാരണവശാൽ വല്ലപ്പോഴോ കേട്ടോളൂ. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന മൂഡിൽ കേട്ടോളൂ. ഒരിക്കലും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് സങ്കടമുള്ള പാട്ടുകൾ കേൾക്കാതിരിക്കുക. നമ്മൾ നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, അഫർമേഷൻസ് കേൾക്കുക. ചുമ്മാ ഇങ്ങനെ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം, അഫർമേഷൻ നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആക്കുമെന്നുള്ളത്. അങ്ങനെ കേൾക്കുക. പിന്നെ നമ്മൾ ആരെയും കുറ്റം പറയാതിരിക്കുക. അതൊരു വലിയ നമ്മുടെ നെഗറ്റീവ്. കാരണം നമുക്കില്ലാത്ത കുറ്റമൊന്നും വേറൊരാൾക്കില്ല. മനുഷ്യരെന്ന് പറയുന്ന കുറ്റങ്ങളുള്ളവർ തന്നെയാണ്. നമ്മൾ ജഡ്ജാവാതിരിക്കുക. അഡ്വക്കേറ്റും ജഡ്ജും ഒന്നും ആവേണ്ട കാര്യമില്ല മറ്റുള്ളവരുടെ ലൈഫിൽ. എന്നെക്കാളും കുറഞ്ഞ ആൾക്കാരും അല്ല, കൂടിയ ആൾക്കാരല്ല നിങ്ങളാരും. ഞാൻ നിങ്ങളെയും നിങ്ങൾ എന്നെയും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു വലിയ നെഗറ്റിവിറ്റിയാണ്. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. എല്ലാവരും ദൈവം സൃഷ്ടിച്ച മനുഷ്യരാണ്, നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കുറ്റം പറഞ്ഞാൽ അത് നമ്മൾ യൂണിവേഴ്സിനെ കുറ്റം പറയുന്നതിന് തുല്യമല്ലേ? അല്ലേ? നമ്മുടെ മക്കളെ കുറ്റം പറയുന്നത് നമ്മളെ കുറ്റം പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ വേറെ ഏതൊരു മനുഷ്യജീവിയെ കുറ്റം പറഞ്ഞാലും അത് യൂണിവേഴ്സിനെ കുറ്റം പറയുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. എല്ലാവരും യൂണിവേഴ്സിൻ്റെ മക്കളാണ്. അപ്പോൾ ആ മക്കളെ കുറ്റം പറയുമ്പോൾ ഒരു അച്ഛനെ സഹിക്കില്ലല്ലോ, അല്ലെങ്കിൽ ഒരു അമ്മയെ സഹിക്കില്ല. നമ്മളെ മക്കളെ പറഞ്ഞാൽ നമ്മൾ സഹിക്കുമോ? അതുപോലെയാണ് നമ്മൾ ആരുടെയും കുറ്റം പറയാതിരിക്കുക. പിന്നെ അടുത്തത് നുണ പറയാതിരിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, പരദൂഷണത്തിൽ പോവുകയും ചെയ്യരുത്, പറയുകയും ചെയ്യരുത്. പിന്നെ അടുത്ത നമ്മളുടെ ഏറ്റവും വലിയ ലോയാണ് തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുക എന്ന് പറയുന്നത്. ദേഷ്യം പോലെ ഇത്രയും നെഗറ്റീവ് വൈബ്രേഷനിൽ നമുക്ക് ആറാടാൻ പറ്റുന്ന വേറൊരു ഇതില്ല, വികാരമില്ല എന്നുള്ളതാണ് ദേഷ്യം കുറയ്ക്കാൻ ശ്രമിക്കുക. ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ദേഷ്യം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ശ്വാസം പിടിച്ചെടുത്ത് ശ്വാസം വിടുക, ശ്വാസം എടുക്കുക. എന്നിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുക. അങ്ങനെ ബ്രീത്തിങ് ടെക്നിക്കുണ്ട് ദേഷ്യം കുറയ്ക്കാനായിട്ട്. അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. യോഗ പ്രാക്ടീസ് ചെയ്യുക. ദേഷ്യം കുറയ്ക്കുക. ദേഷ്യം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ്. ഇനി അടുത്ത ആൾക്കാരുടെ ഒരു ഹോബിയാണ് എല്ലാ ഇതിലും ചെന്ന് നെഗറ്റീവ് റിവ്യൂ എഴുതി അങ്ങിടും.
ആരെങ്കിലും എന്തെങ്കിലും ഒരു ചാനൽ അവരവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണല്ലോ അവർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ചാനലിൽ നമുക്കിഷ്ടമില്ലെങ്കിൽ നമ്മൾ ആരുടെയും കാണാൻ പോകണ്ട. അവരാരും നമ്മളെ നിർബന്ധിക്കുന്നില്ല വീഡിയോ കാണാൻ ചെല്ലാനായിട്ട്. അപ്പം നമ്മൾ എന്ത് വേണം, നമുക്ക് എപ്പോഴും പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ അവിടെ ചെന്ന് വാവ് സൂപ്പർ നന്നായിരിക്കുന്നു എന്ന് പറയാം. നമുക്ക് മടിയാണ്, നമുക്ക് ആരെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ മടിയാണ്, നമുക്ക് കുറ്റം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ നമ്മളങ്ങനെ അങ്ങ് ശീലിച്ചു പോയതുകൊണ്ടാണ്. പക്ഷെ ആ ശീലങ്ങളെ നമ്മൾ മാറ്റണം. പർപ്പസ്ഫുള്ളി നമ്മൾ മാറ്റിയാൽ മാത്രമേ നമ്മളുടെ പ്രശ്നങ്ങൾ തീരുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റൊരാൾ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരും, നമുക്ക് അങ്ങനെ വരും ഇങ്ങനെ വരും, ഒന്ന് അമ്പലത്തിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, നമസ്കരിക്കുന്നു, കുർബാന ചെയ്യുന്നു, എന്തൊക്കെ ചെയ്താലും നമ്മളുടെ ഉള്ളിലുള്ള വൈബ്രേഷൻ മാറ്റാതെ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം നമ്മൾ മാറ്റാതെ നമുക്കങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്കൊരു അൾട്ടിമേറ്റ് രക്ഷ കിട്ടില്ല. അപ്പോൾ നമ്മളുടെ ലോ വൈബ്രേഷനിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി നമ്മൾ ഫ്രഷ് ആകുക, മൈൻഡ് ക്ലെൻസിങ് ചെയ്യുക എന്ന് പറയുക. അതായത് മൈൻഡിലുള്ള എല്ലാ നമ്മളുടെ ചുറ്റുമുള്ളതും നമ്മളിലുള്ളതുമായിട്ടുള്ള എല്ലാ നെഗറ്റിവിറ്റിയെയും ആദ്യം റിമൂവ് ചെയ്തിട്ടേ നമുക്ക് പോസിറ്റീവിനെ അകത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഈ നമ്മുടെ വീട്ടിൻ്റെ അകം മൊത്തം ചപ്പും ചവറുമാണ്, എന്നിട്ട് നമ്മൾ പിന്നെ അവിടെ അതിൻ്റെ അകത്ത് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് പൂജിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നമ്മളുടെ മൈൻഡിനെ ക്ലെൻസിങ് ചെയ്യുക. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ പഴയ കാലത്തെ എല്ലാം എഴുതി നമ്മൾ കത്തിച്ച് നമ്മളുടെ മൈൻഡിലുള്ള ആ ഒരു സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളെയും ആദ്യം മാറ്റുക. അതിനുശേഷം നമ്മളെ ചുറ്റുമുള്ളവരെ, നമ്മളുടെ ഫോൺ കോളുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, സീരിയൽ കാണാതിരിക്കുക. എല്ലാ ദിവസവും സന്ധ്യയാകുമ്പം സീരിയൽ കാണുന്ന സ്വഭാവം. സീരിയൽ കാണുന്നതിന് കുഴപ്പമില്ല, നല്ല ഹാപ്പി ആയിട്ടുള്ള സീരിയൽ കാണുക. സീരിയൽ എന്ന് പറയുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. എത്രയോ പേരുടെ വരുമാന മാർഗ്ഗമാണ് ഈ സീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. പക്ഷേ ഈ അമ്മായിയമ്മ മരുമോളെ ഗ്യാസ് പൊട്ടിച്ച് കൊല്ലുന്നതും അങ്ങനത്തെ, ഞാൻ എത്രയോ വർഷങ്ങളായി ഒരു സീരിയൽ പോലും കാണാറില്ല. അഥവാ വല്ലതാ കാണുന്നെങ്കിൽ ഈ അലിയൻസ് കാണും. അങ്ങനത്തെയൊക്കെ സീരിയലൊക്കെ നല്ല രസമല്ലേ? അതൊക്കെ ഒരു ടൈം പാസിന് നമുക്ക് കാണാം. ഉപ്പുമുളകും നേരത്തെ കാണുമായിരുന്നു. അങ്ങനത്തെ സീരിയലുകളൊക്കെ നമുക്ക് കാണുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കുടുംബത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, അവിഹിതങ്ങൾ, അത് ഇതെല്ലാം സന്ധ്യാസമയത്ത്, നമ്മളുടെയൊക്കെ നാട്ടിൽ പറയും ത്രിസന്ധ്യ സമയം എന്ന് പറയും. ആ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ടിരിക്കേണ്ട സമയത്താണ് അമ്മായിയമ്മ മരുമോളെ ഗ്യാസ് പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലുന്നത്. ആ വീട്ടിൽ എത്ര സമാധാനം വരും? അത് ടി വിയിലാണെന്ന് പറഞ്ഞാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത് ടി വി ആണെന്നൊന്നും അറിയത്തില്ല. അത് വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ്. അത് ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ടി വി സീരിയൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതൊരു നിർബന്ധം. ടി വി സീരിയൽ ഒഴിവാക്കുക എന്നല്ല ഞാൻ പറയുന്നത്. സങ്കടമുള്ള ടി വി സീരിയൽ, അവർ സന്തോഷമുള്ള സീരിയലുകൾ ഇറക്കട്ടെ. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സങ്കടമുള്ള സീരിയലുകൾ ഇവർ സൃഷ്ടിക്കുന്നത്? അതിനാണ് ഓഡിയൻസ് ഉള്ളത്. ഓഡിയൻസിനനുസരിച്ച് അവരുടെ ബിസിനസ്സല്ലേ, അവരുടെ എത്രയോ പേരുടെ ജീവിത മാർഗ്ഗമാണ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മളെന്ത് വേണം? നമ്മൾ ബോധപൂർവ്വം അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ സന്തോഷമുള്ള സീരിയലുകൾ കാണുമ്പോൾ അവരും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റം വരുത്തുക. അപ്പം നമ്മൾ ആദ്യം നമ്മളുടെ മാറ്റങ്ങൾ തുടങ്ങുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മളുടെ ഫ്രീക്വൻസി ലെവൽ ഉയർത്തി, നമ്മളുടെ വൈബ്രേഷൻ കൂട്ടി നമ്മൾ ജീവിക്കാൻ നോക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കാൻ പോകരുതെന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. ഞാനങ്ങനെ ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പോകാറില്ല. മാക്സിമം നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്കൊന്നും പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബോധപൂർവം ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ. പരദൂഷണം പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമൊക്കെ ഉണ്ട്. പക്ഷെ ആ സുഖം നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ ജീവിതത്തെ എത്രമാത്രം താഴേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ ആലോചിക്കണം. അങ്ങനെ നമുക്ക് ഒരല്പനേരത്തെ സുഖത്തിന് വേണ്ടി ജീവിതത്തിലെ ദുഃഖങ്ങളൊന്നും വരുത്തി വയ്ക്കാതിരിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വൈബ്രേഷൻ കൂട്ടുന്ന മെത്തേഡുകൾ പറഞ്ഞു തരാം. അതിനു മുന്നേ ഇതൊരു ക്ലാസ്സൊന്നുമല്ല,
ഞാനൊരു ട്രെയിനറല്ല, ഞാനൊരു സ്റ്റുഡൻ്റാണ്. എൻ്റെ കുട്ടികൾക്ക്, ഞാനൊരു ടീച്ചറാണ്, അത് സ്റ്റിച്ചിങ് ടീച്ചറാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാനിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് വേറെ ടോപ്പിക്കൊന്നും കിട്ടാത്തത് കൊണ്ട് ഈ ടോപ്പിക്ക് എടുത്ത് വെച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളൊന്നും എന്നെ ഒരു മൈൻഡ് പവർ കോച്ചായിട്ട് കണ്ടു കളയരുത് ദയവ് ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷവും സ്നേഹവും നിറഞ്ഞ വിഷുവാണ്. വിഷുവിൻ്റെ അന്നാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. വിഷു ഇനി അങ്ങോട്ട് വരുന്ന വർഷങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ പോസിറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.